അപ്പോൾ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു വൻപയറും മത്തങ്ങയും കൊണ്ടുള്ള ഒരു കറിയാണ്. ചോറിന് ഇതാ വൻപയർ ഇതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. മത്തങ്ങയും ചെറിയൊരു കഷ്ണം മത്തങ്ങ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് വേവിക്കാൻ മഞ്ഞളും മുളകെല്ലാം ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ തേങ്ങയൊന്നും അരക്കൊന്നുമില്ല, തേങ്ങയൊന്നും അരക്കാണ്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഒരു സൈഡായിട്ടൊരു കറി, കൂട്ടുകറിക്കെല്ലാം പകരം ഒരു കറി, അത്രയേ ഉള്ളൂ. കൂട്ടുകറിക്ക് പക്ഷേ തേങ്ങ അരക്കും, ഇതിന് നമ്മൾ തേങ്ങയൊന്നും അരക്കുന്നില്ല, വെറുതെ വെക്കുന്നതാണ്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് ഇനി ആവശ്യത്തിന് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇനി നമുക്കതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി എനിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി നമുക്ക് ഇതിനെയൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. മുളക് പൊടിയെല്ലാം കണ്ടിച്ച് പറിച്ച് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസ് കത്തിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇത് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിന് 3 വിസിൽ വരുമ്പോഴത്തേക്ക് അത് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് കാണാം. എന്നാൽ വൻപയർ വെന്തതിൻ്റെ ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇതെൻ്റെ വൻപയറും മത്തങ്ങയെല്ലാം വെന്തിട്ടുണ്ട് ഗൈസ്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മത്തങ്ങയും വൻപയറും കൂടി. പിന്നെ അധികം വെള്ളം ഉണ്ടാവില്ല. ഉപ്പെല്ലാം നല്ല പാകത്തിനുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് വറുത്തിടാനുള്ള തയ്യാറെടുപ്പ് നടത്താം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്തിടാൻ ചുവന്ന മുളകുണ്ടല്ലോ, അതും വെളുത്തുള്ളിയാണ് ഇതിന് വറുത്തിടുക. വെളുത്തുള്ളിയും ചുവന്ന മുളകും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതാണ് ഇനിയിപ്പോൾ ഇതിന് വറുത്തിടണം. അപ്പോൾ നമുക്കൊന്ന് തീ കത്തിച്ചിട്ട് ഒന്ന് റെഡിയാക്കാം. 4 വിസിൽ വന്നിന് ഗൈസ്. ഞാൻ കുറച്ച് അങ്ങോട്ട് പോയത് 3 വിസിൽ വരുമ്പോഴത്തേക്ക് തന്നെ നല്ല കണ്ടീഷനായിട്ട് പോകും. അപ്പോൾ ഇതിലേക്ക് മാറ്റി വെക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിതിന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കായട്ടെ. കുളിരും കൊണ്ട് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം.
കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, വറ്റൽമുളക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. ഈ വെളുത്തുള്ളീൻ്റെ മണമെല്ലാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. വേറെ ഇതിനൊന്നും വേണ്ട, തേങ്ങ അരക്കണ്ട, തേങ്ങ ഇടുകയും വേണ്ട, ഒന്നും വേണ്ട. അതാണ് ഈ കറീൻ്റെ ഒരു പ്രത്യേകത. നല്ല വെളുത്തുള്ളീൻ്റെ വറുത്തിടുന്ന മണം വരുന്നുണ്ട്. ചുവന്ന് വരുന്നുണ്ട് വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മളെ വൻപയറും മത്തങ്ങയിലേക്ക് കണ്ടല്ലോ, അടിപൊളിയായിട്ട് നമ്മളെ മത്തങ്ങ വൻപയർ കറി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിനെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു കുഞ്ഞു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. അതുവരേക്കും നമുക്ക് ഇപ്പം തൽക്കാലം വിട വാങ്ങാം. ബൈ.